അതുകൊണ്ടാണോ കുട്ടികളോട് ഹാർഷായിട്ട് ബിഹേവ് ചെയ്യുന്നത്? കണ്ടില്ലേ കരഞ്ഞോണ്ടിരിക്കുന്നത്? ദിസ് ഇസ് റോങ് ആക്ച്വലി. തൽക്കാലത്തേക്ക് ഞാൻ പ്രശ്നത്തിന് പോകുന്നില്ല. കരയാതെ മോനെ, വാ പോവാം. എന്നാലും ഈ അമ്മ അവരുടെ മോനെ ഇത്ര കൊഞ്ചിക്കരുത്. അച്ഛനെവിടെ വന്നില്ലേ? അത് ഞാൻ പറയാം. അനാവശ്യം പറയുന്നോടാ. എന്താ വഴക്കൂടെ? സാറേ, ഈ താടിക്കാരൻ എന്നെ വന്നിടിച്ചിട്ട് എന്റെ മെക്കിട്ട് കയറാൻ നോക്ക. സാർ, ഞാൻ ആരാണെന്നും എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയാതെ ഇവൻ ഒരുപാട് അനാവശ്യം പറഞ്ഞു സാർ. എന്തോന്നാ വലിയ ബാക്ക്ഗ്രൗണ്ട്? നിന്റെ ബാക്കിൽ എത്ര ഗ്രൗണ്ട് ഉണ്ടാ? മര്യാദക്ക് സംസാരിച്ചോണം. ഞങ്ങളുടെ മുമ്പിൽ നിന്നാണോ ഓവറായിട്ട് സംസാരിക്കുന്നത്? നീ ട്രാഫിക് ലൈറ്റില്ലേ ഇവിടെ? പബ്ലിക് ന്യൂസൻസ് അല്ലേ കാണിക്കുന്നേ? വഴക്കുണ്ടാക്കല്ലേ? രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വാ. കോൺസ്റ്റബിൾ, വണ്ടി രണ്ട് സൈഡാക്കാൻ പറ. സാർ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാർ. എന്തായാലും സ്റ്റേഷനിൽ വന്നിട്ട് പറയാം സാർ. വാ സാർ. പ്രീതി, നീ പോയി കവിനെ സ്കൂളിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാനേ ഇവന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം. ഡ്യൂട്ട്, പേടിയാവുന്നു. വിട്ടേക്ക്, വെറുതെ പ്രശ്നത്തിന് പോകണ്ട. ഇവന്റെ വായിന്ന് വന്ന വർത്താനൊക്കെ നീ കേട്ടില്ലേ? അത്ര പെട്ടെന്നൊന്നും ഇവനെ ഞാൻ വിടില്ല. നീ പുറപ്പെടും. കവിനെ സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടു. നിങ്ങൾ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞേ. പ്രീതി വന്നതിന് ശേഷം കവിൻ നല്ല ആക്റ്റീവ് അല്ലേ? യെസ് സർ. അവന്റെ മുഖത്തിപ്പോ നല്ല സന്തോഷം. ഓഫ് കോഴ്സ് മാൻ. ആ സന്തോഷം എപ്പോഴും നിലനിൽക്കണം. ആബ്സല്യൂട്ട്ലി. ഏയ് നിക്കടാ, എല്ലാത്തിനും ഇങ്ങനെ മണിയടിക്കണ്ട. മതി. കവിൻ, കവിൻ, എന്താടാ? എന്തു പറ്റി മോനെ? എന്താ കരയുന്നത്? എന്തിനാ കരയുന്നത്? കാര്യം എന്താണെന്ന് പറ. കവിനെ, എന്താ കവിനെ? എന്തു പറ്റി? ഭക്ഷണം എടുത്തോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട. പറ. എടാ, ഞാൻ ചോദിക്കില്ലേ? എന്തിനാ കരയുന്നത്? പ്രീതി, എന്തിനാ കരയുന്നത്? അത് അവൻ തന്നെ പറഞ്ഞോളും, ചോദിക്കാണ്ടേ. കവിൻ, ആരെങ്കിലും ഒന്ന് കാര്യം പറ. സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അമ്മ ഇവനെ ചീത്ത പറഞ്ഞതാ. ചീത്തോടുന്നത് മാത്രമല്ല, അടിക്കാനും കൈ ഓങ്ങിയായിരുന്നു. എന്നെ നിങ്ങൾ ആരും ഇതുവരെ അടിക്കാൻ കൈ ഓങ്ങിയിട്ടില്ല. എന്നാ ആന്റി എന്റെ കവിനെ അടിക്കാൻ കഴിയുമെന്നോ? ആരാ അത്? ഗോവിന്ദ, മാഡം, എന്റെ കവിനെ അടിക്കാൻ കഴിയുമെന്നത് അതാരാണെന്ന് ഉടനെ അന്വേഷിച്ചിട്ട് പറ. ഇപ്പൊ തന്നെ അന്വേഷിക്കാം മാഡം. ദേവയാനി, ഇടുക്കം കാട്ടണ്ട. നീ ഒന്ന് ക്ഷമിക്കേ. എന്താ കാര്യം നമുക്ക് അന്വേഷിക്കാം. ഇവന്റെ നേരെ കയ്യോങ്ങിയവളെ വെറുതെ വിടണമെന്നാണോ പറയുന്നേ? കവിൻ, അത് ആരുടെ അമ്മയാ? എന്റെ ക്ലാസ്സിൽ നിരാന്ന് പറയുന്ന ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ അമ്മയാ അത്. ഗോവിന്ദ, മാഡം, ആ നില എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അഡ്രസ് കണ്ടുപിടിക്ക്. ഇപ്പൊ അന്വേഷിക്കാം. ഇപ്പൊ പറയാം ഞാൻ. താങ്ക് യു സോ മച്ച്. മാഡം, ലക്ഷ്മി നഗർ 9ാം സ്ട്രീറ്റ്, വത്സരവക്കം. എടി ജ്യോതി, ഇവളെ ഈ ജോലിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാന്ന് വെച്ചാ ഇവള് ഓടി നടന്ന ജോലി ചെയ്യല്ലേ ഇവിടെ. എങ്ങനെങ്കിലും ഞാൻ അവളെ കൊടുക്കണമെന്ന് വിചാരിച്ചാ നൈസായിട്ട് അവൾ അതിന്ന് രക്ഷപ്പെടും. അയ്യോ ലാവണ്യ, അത് നിന്റെ ആവശ്യം. ദയവായിട്ട് അതിൽ എന്നെ ഉൾപ്പെടുത്താൻ നിക്കല്ലേ. ആ സെൽഫോൺ മോഷണം പോയ കാര്യത്തിൽ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. കുടുങ്ങിയിരുന്നെങ്കിൽ എന്റെ ജോലി തന്നെ പോകുമായിരുന്നു. എന്തിനാടി ഇങ്ങനെ പേടിച്ചോണ്ട് ജീവിക്കുന്നേ? ഭഗവാനെ, എന്റെ ഈ കടയെ കാത്തു സംരക്ഷിക്കണേ. നിനക്ക് ഇഷ്ടപ്പെട്ട മതി. നോക്കിയെടുത്തോണം, പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത് കേട്ടോ. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. നിങ്ങളുടെ അച്ഛനൊരു വലിയ മനുഷ്യനാ.
എത്ര വലിയ ബിസിനസ്മാനാ. സാറിനെന്താ വേണ്ടെന്ന് പറഞ്ഞില്ല? എന്റെ മോൾക്ക് അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. ഓ അത് ശരി. നിങ്ങളുടെ കടയുടെ പരസ്യമൊക്കെ ഞാൻ കണ്ടായിരുന്നു.